കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും. കാരണം എന്താ, ഒരു ചെറിയ തുക നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, ബാങ്കിൽ ഇടുക. നോക്ക്, 1000 രൂപയാണെങ്കിൽ 10 മാസം ആകുമ്പോൾ എത്രയായി, അത് 10,000 രൂപയായി. പിന്നെയും 10 മാസം കൂടുമ്പോ എത്രയായി, അത് പിന്നീട് കുറച്ചുകൂടെ പൈസയായി. ഇങ്ങനെ ഈ പൈസ നമുക്ക് പിന്നീട് എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് കൃത്യമായി കൺസിസ്റ്റന്റ് ആയി, അതാണ് കൺസിസ്റ്റൻസി. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒരു തുക നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഫിനാൻഷ്യലി എന്താവും, സ്റ്റേബിൾ ആവും. അതായത് ഏതൊക്കെയാ, അവയർനെസ്, മിനിമലിസം, കൺസിസ്റ്റൻസി. ആസ് എ വുമൺ നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 പോയിന്റ്സ് ആണ് അവയർനെസ്, കൺസിസ്റ്റൻസി ആൻഡ് മിനിമലിസം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക. ഏതൊരു സാധനം മേടിക്കാൻ കടയിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം ഓണത്തിന്റെ സമയത്ത് ഓഫറുകളുടെ പെരുമഴ അല്ലേ. ഫ്രിഡ്ജിന് 20%, അതിന് ഇത്, AC, വാഷിംഗ് മെഷീൻ. നമുക്ക് ഒരു ഫ്രിഡ്ജ് ഉണ്ട്, എന്നാലും നമുക്ക് അവിടെ ഓഫർ, അതെ ആ കടയിൽ ഓഫർ ഉണ്ട്, അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട് അല്ലേ, നമുക്ക് തോന്നൂലേ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണോന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്തല്ല, ഒരു ഓഫറിൽ നമ്മൾ വീഴരുത്. ഈ ഓഫർ ഇവരൊക്കെ, അതായത് മിക്ക കടകളിലും പഠിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവരാ. ഇവരെന്താ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ, സത്യം പറയട്ടെ, അത് വല്ലാത്ത ട്രാപ്പാണ്. ഒരു ഓഫറും നമുക്ക് അവിടെ കിട്ടില്ല. നല്ല പൈസ കൂട്ടിയിട്ടിട്ട് കുറച്ചങ്ങ് തരും, അതാണ് ഓഫർ. പക്ഷെ നമുക്ക് അത് കാണുമ്പോ, പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമോ, ആ കടയിൽ അത്ര ഓഫറാന്ന് പറയുമ്പോണ്ടല്ലോ ഓടിച്ചെന്ന് അതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ വാരി എടുക്കാൻ തോന്നും. പക്ഷെ ഒരിക്കലും ഓഫറിന്റെ പുറകെ പോകരുത്. എന്നതാ നമ്മൾ അവിടെ മനസ്സിലാക്കണം, അവയർനെസ്. എന്താ, എനിക്കത് വേണോ. നിലവിൽ എന്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് ഏടായിട്ട് മതി. ഫ്രിഡ്ജ് നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോ കൂടെ കൊണ്ടുപോവോ, ഇല്ല. ഇച്ചിരി അതിന്റെ ഫംഗ്ഷൻ എന്താണോ അത് നടക്കണ്ടെങ്കിൽ എന്തുണ്ട്, അത് മതി എന്ന് ഓർക്കുക. അതാണ് അവയർനെസ്. രണ്ടാമത്തത് മിനിമലിസം. മൂന്നാമത്തത് സേവിങ്സിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. നിലവില് നമ്മുടെ ഇന്ത്യയുടെ കേസ്, ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓഫർ അതന്നെ സംഭവിക്കണം. നമ്മൾ ആ ഓഫറൊക്കെ കണ്ടിട്ട് ചാടിത്തുള്ളി പോയി ആവശ്യമില്ലാത്ത സാധനങ്ങളോ. പിന്നെ ഇപ്പൊ പുതിയൊരു ട്രാപ്പ് എന്താ, EMI. നമ്മളെല്ലാരും യൂസ് ചെയ്യല്ലേ EMI. എന്താ, ഒത്തിരി കാശ് കൊടുക്കണ്ട, ഇച്ചിരി ആയിട്ട് അവർ കൂടുതൽ എടുത്തുണ്ടെങ്കിൽ പൊക്കോളും. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. ഇതൊക്കെ എന്താ, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ അവയർ ആവണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം, ഈ EMI, ഈ വക സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക. അപ്പൊ 4th പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, EMI, ക്രെഡിറ്റ് കാർഡ്, ഈ ഉപയോഗങ്ങൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായി, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. ഇന്ത്യയിൽ ഒരു പഠനം തെളിയിക്കുന്ന എന്താ അറിയാമോ, കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് ഉണ്ടായി. ആ ടോക്കിൽ ഒരു പഠനം തെളിയിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആങ്കർ ഹോസ്റ്റ് ചെയ്യുക ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമില് 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഒരു ലൈനിലേക്കാവും. ഓക്കെ, ഒന്ന് അസ്യൂം ചെയ്യും. 4 ആൺകുട്ടികൾ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ബോർഡ് കാണുന്നില്ലേ? ഓക്കെ, ഇവിടെ 4 ബോയ്സ് ആൻഡ് ഇവിടെ 4 ഗേൾസ്. ഫസ്റ്റ് ഇവിടെ ഒരു ആങ്കർ ഹോസ്റ്റ് ചെയ്യാൻ നിൽക്കാം. അപ്പൊ അയാള് പറയണേ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, യെസ് എന്നാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു സ്റ്റെപ്പ് മുൻപിലേക്ക് വെക്കണം. എന്നിട്ട് പറയണെന്ത്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നോ എന്നാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ ആങ്കർ ആദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്ത്, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒരു സ്റ്റെപ്പ് മുൻപിലേക്ക് വെച്ചത് ഇവിടെ ആയിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ ആങ്കർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയാം. വീണ്ടും എല്ലാവരും സ്റ്റെപ്പ് മുൻപിലേക്ക് വെച്ച് ഇവിടെ എത്തി. ദെൻ അടുത്ത ചോദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് ആർക്കൊക്കെ സ്വന്തമായി ഇമെയിൽ ID ഉണ്ട്. എല്ലാവരും 1 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ച് ഇത്രേ. അങ്ങനെ 4 ബോയ്സ് 4 ഗേൾസ് എന്നിട്ട് ഈ ലൈനിലാണ് നിൽക്കുന്നത്, എല്ലാവരും ഒരേ ലൈൻ. ആങ്കർ വീണ്ടും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദിക്കാൻ തുടങ്ങിയത്, ഓക്കെ, ആങ്കർ വീണ്ടും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ആങ്കർ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കൊക്കെ ഫിനാൻഷ്യലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം.
ആൺകുട്ടികൾ എല്ലാവരും ഒരു സ്റ്റെപ്പ് മുൻപിലേക്ക് വെച്ച്, പെൺകുട്ടികൾ എന്ത് ചെയ്ത് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് വന്ന് ഇവിടെ കേട്ടോ. പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഒരു സ്റ്റെപ്പ് മുൻപിലാ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്? ആൺകുട്ടികൾ വീണ്ടും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ച്, പെൺകുട്ടികൾ വീണ്ടും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പേടിയുണ്ട്? ആൺകുട്ടികൾ പേടിയില്ല, ആൺകുട്ടികൾ എന്ത് ചെയ്തു അവർക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടികൾക്ക് എന്ത് ചെയ്ത് പേടിയുണ്ടെന്ന് പറഞ്ഞു. അവര് പുറകിലേക്കായി, ഫ്രണ്ടിലായി. അതായത് ഇപ്പൊ ആൺകുട്ടികൾ ഇവിടെയും പെൺകുട്ടികൾ ഇവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ ഗ്യാപ്പ് കണ്ട? പൈസേന്റെ കേസ് ഇത് ഇന്ത്യയിൽ നടന്ന ഒരു പഠനം തെളിയിച്ചതാ. 33% മാത്രം സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. 33% സ്ത്രീകൾ മാത്രം. അതായത് ആൺകുട്ടികൾ ഇവിടെയും പെൺകുട്ടികൾ ഇവിടെയും. ഈ ഗ്യാപ്പാണ്. 33% സ്ത്രീകളാണ് ഇന്ത്യയിൽ ഒരു പഠനം നടത്തിയത് എന്ത് ചെയ്യുള്ളൂ, ഫിനാൻഷ്യലി സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കാരണം എന്താ? ഈ ഒറ്റ കാരണം കൊണ്ടാണ് റീസെന്റ് നമ്മുടെ പത്രവാർത്തയിൽ വന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കൊല്ലത്തുനിന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്, ഗൾഫിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. അതായത് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ ഇവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റാ. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ എന്താ? സ്വന്തമായി കാശ് ജോലി ചെയ്തിട്ട് ഇവർക്കൊക്കെ ജോലി ഉണ്ടായി, സ്വന്തമായിട്ട് കാശുണ്ടായി എന്ന് വെച്ചാൽ ഇവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നോർമലി നമ്മൾ എന്താ വിചാരിക്കണേ? എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, കാശുണ്ടെങ്കിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആ. പക്ഷെ അല്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല. എന്താ ഇൻഡിപെൻഡൻസ് തന്നെ? എന്റെ കാശ് കൊണ്ട് ഞാൻ എന്റെ കാര്യം ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിലാണ് നമ്മൾ എന്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ഞാൻ എന്നെ നോക്കാൻ ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്റെ കാര്യത്തിനും എന്റെ പാരന്റ്സിന് എന്തെങ്കിലും കൊടുക്കണേനൊക്കെ ഞാൻ ഇവരെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്റെ കാര്യത്തിന് ഞാൻ ഓക്കെ ആണ്, എന്റെ കാര്യം ഞാനാണ് നോക്കുന്നത്. കാശ് നമ്മൾ ജോലിക്ക് പോയി കാശ് എടുത്തിട്ട് മറ്റൊരാളാണത് കൈകാര്യം ചെയ്യുന്നതിന് അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ല. നിങ്ങൾ സമ്പാദിക്കുന്ന കാശ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ആണ് ഈ സ്കിൽസിലെ ചേഞ്ചത്തോൺ എന്ന പ്രോഗ്രാം നിങ്ങളിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായി കാശ് സമ്പാദിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ അത് ചെലവ് ചെയ്യണം. നിങ്ങളുടെ പൈസ എന്ത് ചെയ്യണം? നിങ്ങൾ ചെലവ് ചെയ്യണം. നിങ്ങൾ മാനേജ് ആണ് ചെയ്യേണ്ടത്. ഒരു ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് കിട്ടണത്. ആ 3 കാര്യങ്ങളാണ് ചോയ്സ്. സെക്കൻഡ് കാര്യമാണ് കോൺഫിഡൻസ്. മൂന്നാമത്തെ കാര്യമാണ് എന്ത്? കൺട്രോൾ. 3 കാര്യങ്ങളാണ് നമുക്ക് കിട്ടണത്. എന്തൊക്കെയാ? ചോയ്സ്, കോൺഫിഡൻസ് ആൻഡ് കൺട്രോൾ. 3 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ചോയ്സ്, കോൺഫിഡൻസ് ആൻഡ് കൺട്രോൾ. എന്താണ് ചോയ്സ്? എന്താ ചോയ്സ് എന്ന് അറിയാമോ? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ടാവുന്ന. എന്താ ഈ ചോയ്സ് എന്ന് വെച്ചാ അറിയാമോ? ആർക്കെല്ലാം പറയാമോ? നജ്മ പറയാമോ? നമ്മുടെ ഇഷ്ടങ്ങൾ കൈകാര്യം ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോയ്സാണ്. പല കാര്യങ്ങളും വരുമ്പോൾ അത് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതാ, നമുക്ക് ചോയ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ ജോലിക്ക് പോവാണ്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയൂല. നമുക്ക് എല്ലാ ദിവസവും അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വരില്ല. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാം അല്ലെ? അത് നമുക്കൊരു ചോയ്സാ. ഇത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടിയെ നോക്കാൻ ആളില്ല, നമ്മളൊരു മെയ്ഡിനെ വെക്കാണ്. അതെന്താ? ചോയ്സാ. നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുള്ളൂ? ചോയ്സസ് ഉള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരൊറ്റ ചോയ്സാ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്താ? നേരം വെളുത്ത് 4 മണിയാകുമ്പോൾ ഉള്ള പണി മൊത്തം എടുത്ത് എന്ത് ചെയ്യുക? ജോലിക്ക് പോവാ, അവിടെ ചെന്ന് ഉള്ള പണി മൊത്തം എടുത്ത് തിരിച്ചു വരിക, വീണ്ടും ഇവിടെ വന്ന് ഇവിടുത്തെ ജോലി എടുക്കുക, കിടന്നുറങ്ങുക. പിന്നെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? നമുക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടാ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കിയെടുക്കുക? ഒരു ചോയ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്നും ഒരിക്കലും ഉണ്ടായി വരൂല കേട്ടോ. ഒരിക്കലും ഇതൊന്നും ഉണ്ടായി വരൂല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചോയ്സ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താ ഉണ്ടാക്കിയെടുക്കണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചോയ്സ് ഉണ്ടാക്കിയെടുക്കുക. എന്റെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണേലും എനിക്ക് സെലക്ട് ചെയ്യാം. അതിനെനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആ, ഞാൻ സ്ട്രോങ് ആ, ഞാൻ കോൺഫിഡന്റ് ആ. രണ്ടാമത് പൈസ ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടണം മറ്റൊരു കാര്യം ധൈര്യം, കോൺഫിഡൻസ്.
എന്റെ അച്ഛൻ, നമ്മൾ സാധാരണ നോർമലി ആൾക്കാർ പറഞ്ഞ കാരണം എന്റെ അച്ഛനും അമ്മ എനിക്ക് ഒന്നും തന്നില്ല. എന്റെ ഉമ്മായും വാപ്പായും എനിക്ക് കല്യാണം കഴിച്ചപ്പോ ഒന്നും തന്നില്ല, സ്വത്തൊന്നും തന്നില്ല, എല്ലാവർക്കും ഇവർക്ക് കൊടുത്ത് എനിക്ക് അന്നത്തെ കാലത്ത് കെട്ടിച്ചു വിട്ടപ്പോ ഒന്നും തന്നില്ല. എന്നിട്ട് പറയുന്ന എന്റെ ഹസ്ബൻഡിനാണെങ്കില നല്ല ജോലിയില്ല, സാമ്പത്തികമില്ല, ഒന്നുമില്ല. അതൊക്കെ അന്ന് നമ്മൾ എന്ത് പറയും? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇതൊന്നും ഉണ്ടാക്കി എടുക്കണം. ഇതൊന്നും ആർക്കും ഉണ്ടായി വരണല്ല. ഒറ്റ സുപ്രഭാതത്തിൽ ഒരുപാട് ഏൺ ചെയ്ത ആൾക്കാർ നേരെ ഡൗൺ ആയി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതാ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും ഒരു വിക്ടിമാവാൻ ശ്രമിക്കരുത്. എനിക്ക് ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഇപ്പോഴും ഒന്നുമില്ല, ഇനി ഒന്നോട്ട് ഉണ്ടാവാനും പോണില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ചുമ്മാ ഇരിക്കരുത്. നിങ്ങളൊരു ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ ആളായി മാറണം. എന്ത് ചെയ്യും? ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി, എല്ലാ രീതിയിലും ഓവറോൾ ഡെവലപ്മെന്റ് ആണ്, കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളൊരു കോൺഫിഡൻസ്, യെസ് എവ്രിബഡി, എല്ലാവരും ഈ ക്ലാസ്സിൽ ഇരിക്കണ എല്ലാവരും കംപ്ലീറ്റ് ഡെവലപ്പ്. നമ്മളൊരു വേറെ വ്യക്തിയാവുമ്പോ നമ്മൾ നമ്മുടെ ലൈഫ് അങ്ങോട്ട് തിരുത്തി എഴുതാമ്പോ നമ്മളുടെ ഈ ജീവിതം ശരിക്കും നിങ്ങളൊന്ന് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ടാസ്കാ. നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടാവും നമ്മൾ ഒരു 60 വയസ്സൊക്കെ ജീവിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നോക്കിയേ, അവര് ഇത്ര വയസ്സ് വരെ ജീവിക്കണുള്ളൂ. ഒരു 60 ഒരു മിനിമം. നമുക്ക് സന്തോഷത്തിന് വേണ്ടി ഒരു 60 ഇടാം അല്ലെ? ഇല്ല ഒരു 65 കിട്ടോ? നിങ്ങളുടെ ആരുടെ ഏജ് എനിക്ക് അറിയൂല. അതുകൊണ്ട് നോക്കിയേ, നമ്മൾ ഒരു 60 അടുത്ത് നിൽക്കണവരുടെ 65-70 കിട്ടോട്ടാ. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എത്ര സെക്കൻഡ് ഇടുന്നൊന്നും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. അതായത് ഒരു ദിവസം 24 മണിക്കൂർ എത്ര സെക്കൻഡ്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മൊത്തം എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കണക്കൂട്ടിയേ. വളരെ കുറച്ച് സെക്കൻഡ് ഉള്ളൂ. ഈ സെക്കൻഡ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ദൈവം തന്ന ഈ ജീവിതം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണേ? നമ്മൾ ഈ സൈക്കോളജി പഠിക്കുക, നമ്മൾ എൻഡ് ഓഫ് ദ ലൈഫ് സ്റ്റാഗ്നേഷൻ വാസ് ഡെസ്പെയർ എന്നൊരു സ്റ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു സ്റ്റേജാ സ്റ്റാഗ്നേഷൻ വാസ് ഡെസ്പെയർ. ഈ സ്റ്റാഗ്നേഷൻ സ്റ്റേജിൽ നമ്മൾ എന്താ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ ഞാൻ ജീവിതം ജയിച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്തു? എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ ജീവിതം എത്ര ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കും. അങ്ങനെ ഒരു ആലോചന നമ്മളുടെ ഈ ക്ലാസ്സിലിരിക്കുന്ന ആർക്കും ഇനി ഉണ്ടാവാൻ പാടില്ല. എന്റെ ജീവിതം ഇത്രയൊക്കെ ചെയ്ത്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ചെയ്ത്, ഇത്രയൊക്കെ നേടി, ഇത്രയൊക്കെ ചെയ്ത്, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്തരത്തിലൊരു സന്തോഷം നമുക്ക് കിട്ടണം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോയി കിടന്നു തുടങ്ങി പിന്നെ അടുത്ത ക്ലാസ് ആകുമ്പോഴേ എനിക്ക് ആലോചിക്കണം എന്താ ഞാൻ എന്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണത്. അങ്ങനെയല്ല, നിങ്ങൾ ഡെയിലി പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവിനേക്ക് അട്രാക്ട് ചെയ്ത് അതിനെന്ത് ചെയ്യുക? അതിനെ റിപ്പൽ ചെയ്ത് വിടുക. നമ്മൾ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടേ സംഭവിക്കുള്ളൂ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ രണ്ടാമത്തെയാണ് എന്ത്? കോൺഫിഡൻസ്, ധൈര്യം കിട്ടണം. ഞാൻ ജീവിക്കും, ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കും, എല്ലാവരെയും നന്നായിട്ട് ജീവിക്കും. ദാറ്റ് കോൺഫിഡൻസ്, അതാണ് നമ്മൾ ഉണ്ടാക്കി